കൊച്ചിയിൽ കനത്ത മഴ ജനജീവിതത്തെ സാരമായി ബാധിച്ചു. നിരത്തുകളിൽ വെള്ളം കയറിയത് ഗതാഗത തടസ്സത്തിനും കാരണമായി. നിരവധി വീടുകളിലും വെള്ളം കയറി. ചേതൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഇന്ന് പൊതുവെ രാവിലെ എറണാകുളം ജില്ലയിലും അതുപോലെ തന്നെ കൊച്ചി നഗരത്തിലും മഴ മാറി നിന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. പെട്ടെന്നായിരുന്നു ഉച്ചയ്ക്ക് ശേഷം ഏകദേശം ഒരു 3 മണി 4 മണിയോടുകൂടി അപ്രതീക്ഷിതമായി മഴ കനക്കുകയായിരുന്നു. കനത്ത രീതിയിൽ തന്നെ ഈ കൊച്ചി നഗരത്തിൽ മഴ പെയ്തു എന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ. അപ്രതീക്ഷിതമായ മഴയായതിനാൽ പല സ്ഥലങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെട്ടു. ഈ എറണാകുളം KSRTC ബസ് സ്റ്റാൻഡ്, അതുപോലെ തന്നെ കടവന്ത്ര, പനമ്പള്ളി നഗർ, എടപ്പള്ളി, കാക്കനാട്, ഇൻഫോ പാർക്ക്, വാഴക്കാല തുടങ്ങിയ പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെടുന്നൊരു സാഹചര്യം തന്നെ ഉണ്ടായിട്ടുണ്ട്. ഇന്ന് സംസ്ഥാനത്ത് തന്നെ പരിശോധിച്ച് നോക്കിയാൽ ഏറ്റവും കൂടുതൽ മഴ പെയ്തത് നോർത്ത് പറവൂറാണ്. 112 mm മഴയാണ് ഈ നോർത്ത് പറവൂരിൽ പെയ്തത്. അതുപോലെ തന്നെ എറണാകുളം ജില്ലയിലെ ചൂണ്ടി എന്ന പ്രദേശത്തും 92 മില്ലിമീറ്റർ മഴ പെയ്തു. കളമശ്ശേരിയിലും 87 മില്ലിമീറ്റർ മഴയും പെയ്തു. ചുരുക്കി പറഞ്ഞാൽ ഈ എറണാകുളം ജില്ലയിൽ സമഗ്രമായി തന്നെ നല്ല രീതിയിൽ തന്നെ മഴ കനത്തു പെയ്തു എന്ന് വേണം നമുക്കിപ്പോൾ അനുമാനിക്കാൻ. നഗരത്തിലെ പല പ്രദേശങ്ങളിലും വെള്ളക്കെട്ടിലായിട്ടുണ്ട്. നിലവിൽ ഇപ്പോൾ 2 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് എറണാകുളം ജില്ലയിൽ പ്രവർത്തിക്കുന്നത്. ഒന്ന് കളമശ്ശേരി VHSSലും, രണ്ടാമത് ഈ MH അബൂബക്കർ ഹൈസ്കൂളിലുമാണ് ഇപ്പോൾ ക്യാമ്പ് പ്രവർത്തിക്കുന്നത്. ഈ ക്യാമ്പുകളിൽ ഈ 62ഓളം പേരാണ് ഈ ക്യാമ്പ് ഇപ്പോൾ അന്തേവാസികളായി ഉള്ളത്. ഇവരുടെ പാർപ്പിട സൗകര്യം അതുപോലെ തന്നെ ഇവരുടെ ഭക്ഷണ സൗകര്യവും ജില്ലാ ഭരണകൂടം ഒരുക്കിയിട്ടുണ്ട്. മഴ ഇനിയും കനക്കുകയാണെങ്കിൽ കൂടുതൽ ഈ ദുരിതാശ്വാസ ക്യാമ്പ് തുടങ്ങാനുള്ള കാര്യങ്ങളടക്കം ജില്ലാ ഭരണകൂടം തയ്യാറായിട്ടുണ്ട്.